ചുരുളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളിലായി നടന്നുവന്ന ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് ശേഷം പകൽ പൂര ഘോഷയാത്രയോടെ ആരംഭിച്ച സമാപന പരിപാടികൾക്ക് SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് നേതൃത്വം നൽകി. ചുരുളി SNDP ശാഖ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 4 ദിവസമായി നടന്നുവന്ന ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച പകൽപൂര ഘോഷയാത്രയിൽ താലപ്പൊലി, കാവടി, അമ്മൻകുടം, വിവിധ വാദ്യമേളങ്ങൾ, കരകമയൂര നൃത്തം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര ചുരുളി ടൗണിൽ ചുറ്റി ചേലച്ചൂട്ടിലെത്തി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. ചുരുളി സെന്റ് തോമസ് ഫൊറോന ചർച്ച് അസിസ്റ്റന്റ് വികാരി അഖിലിന്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും പള്ളിക്കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ചുരുളി പള്ളിക്കവാടത്തിൽ പകൽപൂര ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. ദീപാരാധന, കൊടിയിറക്ക്, മംഗളപൂജ, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് കലേഷ് രാജു അധ്യക്ഷത വഹിച്ചു. യോഗം SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമത്തിന്റെ ശക്തിയും ചൈതന്യവും മതേതരത്വവുമെല്ലാം കാത്തുസൂക്ഷിക്കുന്നതിന്റെ തെളിവാണ്. തിരുവറയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കത്തോലിക്ക ദേവാലയത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ഘോഷയാത്രയെ എതിരേൽക്കുവാനും സ്വീകരിക്കുവാനും ഒക്കെ ക്രിസ്തീയ സഹോദരങ്ങൾ കാണിച്ച വലിയ മനസ്സിനെ ഈ ഗ്രാമത്തിന്റെ യശസ്സുയർത്തുന്ന തരത്തിൽ അവർ കാണിച്ച വലിയ മനസ്സ് നമ്മുടെ നാടിന്റെ ശാശ്വതമായ ശാന്തിക്കും സമാധാനത്തിനും മതേതരത്തിന്റെ കാത്തുസൂക്ഷിക്കുന്നുമല്ല പള്ളി അസിസ്റ്റന്റ് വികാരി അഖിലത്തിന്റെ നേതൃത്വത്തിൽ ഇടവക കൈക്കാരും ഭക്തജനങ്ങളുമല്ല വീടിന്റെ ഇടവിനെയും ഘോഷയാത്രയെയും സ്വീകരിച്ച് യാത്രയായിരുന്നു. പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് MN ഷൺമുഖദാസ്, അനീഷ് പച്ചിലാങ്കുന്നേൽ, PK മോഹൻദാസ്, KN പ്രസാദ്, ബൈജു ശിവൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ജോബി പാല അവതരിപ്പിച്ച മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചരിത്ര പ്രസിദ്ധമായ കടിച്ചുപുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവം 2024 ഫെബ്രുവരി 17 മുതൽ മാർച്ച് 8 വരെ. ഫെബ്രുവരി 17 ശനിയാഴ്ച വൈകുന്നേരം 7-നും 7:30-നും മധ്യേ ചിങ്ങം രാശി മുഹൂർത്തത്തിൽ തൃക്കൊടിയേറ്റ്, തുടർന്ന് പ്രസിദ്ധമായ കൊടിയേറ്റ് സദ്യ. ഫെബ്രുവരി 23 വെള്ളിയാഴ്ച ചിക്കരക്കൊട്ടിക്കൽ കൂട്ടക്കള മഹോത്സവം. മാർച്ച് 2 ശനിയാഴ്ച ഭഗവതിക്ക് പട്ടും താലിയും ചാർത്ത്. മാർച്ച് 7 വ്യാഴം തെക്കേ ചേരുവാര മഹോത്സവവും. മാർച്ച് 8 വെള്ളിയാഴ്ച വടക്കേ ചേരുവാര മഹോത്സവം സമാപന മഹോത്സവം. ചിക്കര, പുഴുക്ക്, ഭജന, അരിക്കൂത്ത്, പള്ളിവേട്ട, കൊടിമരച്ചുവട്ടിൽ ഗുരുതി, ഗരുഡം തൂക്കം തുടങ്ങി വിശേഷാൽ വഴിപാടുകളും പുലർച്ചെ ആറാട്ടും. കണിച്ചുപുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവം എന്ന അമൃതവർഷം നുകരുവാൻ എല്ലാ ഭക്തമനസ്സുകളെയും ദേവസ്വം പ്രസിഡന്റ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഭക്തി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.